രാത്രി 10 മണി കഴിയുമ്പോൾ എൻ്റെ ആളുകൾ വരും. അവർ കൊണ്ടുപോയിക്കോളും. ഒരുപക്ഷെ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് സുപ്രസിദ്ധ ഗായിക ശ്യാമയുടെ കൊലപാതകം ചാനലുകൾ റിപ്പോർട്ട് ചെയ്യും. ഐശ്വര്യ പൂജയ്ക്ക് തന്നെ വിളിച്ച ക്ഷീണമായി കാണും ചെറിയച്ഛനും സാറയ്ക്കും അല്ലേ? അവരെന്താ ചിന്തിക്കുന്നതെന്ന് നമ്മളെങ്ങനെ അറിയാനാ? പൂജയ്ക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ സമ്മതിക്കാനുള്ള കാരണം എന്തെന്നറിയൂ? എന്താ? അച്ഛനും അമ്മയും കണിമംഗലത്ത് നിന്ന് തൽക്കാലം ഇറങ്ങി വരാൻ തയ്യാറില്ല. ഇനി കണിമംഗലത്തിന് എന്തെങ്കിലും ദോഷം വന്നാൽ അച്ഛനും അമ്മയും ആയിരിക്കുമല്ലോ അത് ആദ്യം ബാധിക്കുക. ആ ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ഉദ്ദേശം മാത്രല്ല ഞാൻ പോകാൻ കാരണം. പിന്നെന്താ? കുറെ കാലം മുൻപ് ഏത് സമയത്തും വിദേശത്ത് നടന്നിരുന്ന പയ്യനുണ്ടായിരുന്നു കണിമംഗലത്ത്. വീട്ടുകാര് നിർബന്ധിച്ചാലും വരില്ല, സഞ്ചാരം തന്നെ സഞ്ചാരം. പിന്നൊരു ദിവസം ആള് നാട്ടിലിറങ്ങി. എന്നിട്ടൊരു കടുത്ത തീരുമാനം എടുത്തു. ഇനി മുതല് ഈ കണിമംഗലം വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല എന്ന്. ശരിയല്ലേ? അന്ന് എടുത്ത തീരുമാനം ഇതുവരെ പാലിച്ചില്ലേ? ഇപ്പൊ നെഞ്ചി തൊട്ടെന്ന് പറഞ്ഞാ എനിക്ക് എന്റെ കണിമംഗലം മതിയെന്നല്ലേ പറയൂ? നമ്മൾ ഈ അലയുന്നത് കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കണിമംഗലം തിരിച്ചു പിടിക്കാനല്ലേ? തിരിച്ചു പിടിക്കാൻ തയ്യാറായി നമ്മൾ ചെല്ലുമ്പോ സകല ഐശ്വര്യത്തോടും കൂടി കണിമംഗലം അവിടെ ഉണ്ടാവണ്ടേ? വെറുതെ ഭർത്താവിന്റെ കൂടെ ഒന്ന് വെല്ലുവിളിക്കുന്ന പോലെ 2 വാചകം പറഞ്ഞു പോന്നാ പോരാ. ഇതുപോലെ വ്യക്തമായ കണക്കൂട്ടലുണ്ടാവും. ഇതുകൊണ്ടല്ലേ എന്റെ മുത്തശ്ശിയും അമ്മയൊക്കെ ചെറുക്കൻ സേഫാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഓ, അങ്ങനെ ഒരു പറച്ചിലുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആഹാ, കേൾപ്പിച്ച് തന്നാ പോരെ? എങ്ങനെ? ആ, അതിപ്പോ സിമ്പിളാ. ഞാനൊന്ന് മുഖം താഴ്ത്തിയിരുന്ന് കനത്ത ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങിയാലേ മുത്തശ്ശിക്ക് മനസ്സിലാവും ഞാൻ നല്ല ടെൻഷനിലാണെന്ന്. ഇനി അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചാൽ പറ്റുമെന്ന് തോന്നിയാൽ അവരുടെ കയ്യിൽ ആശ്വസിപ്പിക്കാനുള്ള മരുന്നെന്താ? രാധിക. ഇവള് കൂടെ ഇല്ലട മോനെ. ഇവള് കൂടെ ഉണ്ടാകുമ്പോ നീ എന്തിനാ പേടിക്കുന്നേ? ഇവള് ഐശ്വര്യമുള്ള പെണ്ണല്ലേ, തീരുമാനമുള്ള പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കില്ലേ? മുഴുവനായിട്ടങ്ങ് പഠിച്ചു വെച്ചിരിക്കുവോ അല്ലേ? അങ്ങനെയൊന്നുമില്ല, പഠിക്കാനായിട്ട് ഇനി ഒരുപാടുണ്ട്. തന്റെ ഈ തയ്യാറെടുപ്പുകൾക്കൊക്കെ ഒരു ദിവസം കൃത്യമായ ഉത്തരവുണ്ടാവും. അന്ന് കണിമംഗലത്തിന്റെ ഉമ്മറത്ത് നമ്മൾ 2 പേരും കൂടെ ഒരു ഇരിപ്പുണ്ട്. എല്ലാം നമ്മുടെ സ്വന്തമാക്കി കഴിഞ്ഞു കേട്ടോ. ഹെവി ഡോസ് ഇഞ്ചക്ഷനാണ്, ഉണരാൻ ഇനിയും വൈകും. അത് നന്നായി. ഇത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്തിട്ടും
രാധികയും വരണം ഇവിടെ വരെ എത്തിയല്ലേ? ആ ബിച്ചു എന്ന് പറഞ്ഞ പയ്യൻ, അതാണ് കണക്ഷൻ. കണിമംഗലത്തുള്ളവർ കൂടെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവളാണ് രാധിക. പല സമയങ്ങളിലും അത്തരം ചില കാര്യങ്ങൾ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പൊ തന്നെ നോക്കൂ ഡോക്ടർ, അവളുടെ അമ്മ കിടക്കുന്ന സ്ഥലത്തേക്ക് അവൾക്ക് വരാൻ കൃത്യമായൊരു വഴി ഒരുക്കിയിരിക്കുന്നുണ്ടോ? ACPയുടെ വരവ് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഏത് തരത്തിലാണ് അവർ നമ്മളെ നിരീക്ഷിക്കുക, ഇതിനു ചുറ്റും വേറെ ആരെങ്കിലും ഉണ്ടോ, അതൊന്നും നമുക്ക് ധാരണയില്ല. യെസ് ഡോക്ടർ, എൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയോ? ഇവർ രണ്ടുപേരും ഇനി ജീവിച്ചിരിക്കുന്ന അപകടം. ആർ യു ഷുവർ? നമ്മൾ അപകടത്തിലാവുന്നതിനേക്കാൾ നല്ലത് അതല്ലേ സർ? റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇതുവരെ എല്ലാം ഭദ്രമായിരുന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. രാത്രി 10 മണി കഴിയുമ്പോൾ എൻ്റെ ആളുകൾ വരും. അവർ കൊണ്ടുപോയിക്കോളും. ഒരുപക്ഷെ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് സുപ്രസിദ്ധ ഗായിക ശ്യാമയുടെ കൊലപാതകം ചാനലുകൾ റിപ്പോർട്ട് ചെയ്യും. പാവം, എത്രയോ ലക്ഷക്കണക്കിന് ആരാധകർ. ഭാഗ്യമില്ലാതെ പോയി. ഡോക്ടർ, രാത്രി 10 മണി വരെ ഇവർ ഇതേ കണ്ടീഷനിൽ കിടക്കുവോ അതോ ഇഞ്ചക്ഷൻ ഇനിയും വേണ്ടി വരുമോ? അതിന്റെ ആവശ്യമില്ല. ഇവർ ഈ നിലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആ, ഓക്കെ, ദെൻ നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം. ഡോക്ടർ വരൂ. ശ്യാമ, ശ്യാമ ഒന്ന് കണ്ണു തുറക്ക്. ശ്യാമ, ശ്യാമ, ശ്യാമ ഒന്ന് കണ്ണു തുറക്ക്. ശ്യാമ, ശ്യാമ. ശ്യാമ, ശ്യാമ ഒന്ന് കണ്ണു തുറക്ക്. ശ്യാമ. എന്താ എടുത്തേ?